കോട്ടയം തിരുവാതുക്കലിൽ അരുംകൊല വൃദ്ധ ദമ്പതികളെ വീട്ടിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തി. വിജയകുമാർ, ഭാര്യ മീര എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ അസം സ്വദേശി അമിത് കസ്റ്റഡിയിൽ. 2017 ജൂൺ 2-ന് വിജയകുമാറിന്റെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു. താൻ രാവിലെ വീട്ടിലെത്തിയപ്പോൾ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് വീട്ടു ജീവനക്കാരിയായ രേവമ്മ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അസം സ്വദേശിയായ അമിത് 6 മാസം അവിടെ ജോലി നോക്കിയതെന്നും രേവമ്മ കൈരളി ന്യൂസിനോട് പറഞ്ഞു. എന്നാ സംഭവം എപ്പോഴായിരുന്നു? ഇന്നലെ ഒരു 5:30 ആയപ്പോ ഞാൻ ഇവിടുന്ന് പോയി വന്നപ്പോ രാവിലെ ഒരു 8:45 ആയപ്പോ ഞാൻ ഇവിടെ അകത്ത് വന്ന് വെള്ളടിച്ചിട്ട് കഥക് തുറക്കാഞ്ഞപ്പോ പിന്നെ ഇവിടെ നിൽക്കുന്ന വാച്ച്മാന്റെ ഫോണെ വിളിച്ച് അയാൾ വന്ന കഥക് തുറന്ന് ഞാൻ അകത്ത് കയറി അടുക്കള വെച്ച് ചെന്നപ്പോഴത്തേനും അടുക്കള കഥക് പൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ വാതിക്കൽ കൂടെ വന്ന് കയറുമ്പോഴത്തേനും സാറിന്റെ മുകളിലോട്ട് എത്തി നോക്കിയപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കാണാം സാറ് അവിടെ കിടക്കുന്ന. അപ്പം സാറ് ഒരു ഇതൊന്നും ഇല്ലാതെയാ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അയ്യോ ചേച്ചി എന്ന് പറയാലും ചേച്ചിയുടെ മുറി ചേച്ചി മരിച്ചു കിടക്കുന്ന കാണുന്നു. രണ്ടുപേരും വസ്ത്രമൊന്നും ഇല്ലായിരുന്നു ചേച്ചി? ഈ ക്രൂരമായി ഇല്ലായിരുന്നു. സാറിന്റെ ഒന്നുമില്ല നേരത്തെ. പക്ഷെ ചേച്ചിയുടെ ഞാൻ ശ്രദ്ധിച്ചില്ല, തലമണയൊക്കെ ചേച്ചിയുടെ പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇവര്. അതുകൊണ്ട് അത് കണ്ടപ്പോ തന്നെ നമ്മൾ വീടൊന്ന് തോന്നിയപ്പോ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി പോരുമായിരുന്നു. വന്ന് കടയിലൊക്കെ 2 സ്ഥലത്ത് പറഞ്ഞു. അങ്ങനെയാ രക്തം പാർന്ന നിലയിലായിരുന്നോ? അതെ അതെ. സാറിന്റെ ഒന്ന് മുഖത്തോട്ട് നമുക്ക് നോക്കാം. മുഖം നമ്മൾ ഇച്ചിരി അകന്നു നിന്ന് എന്നാലും വ്യക്തമായും കാണാം നിങ്ങൾക്ക്. ഈ ആസാം സ്വദേശിയായിട്ടുള്ള അമിത് അവിടെ കുറെ കാലം ജോലി ചെയ്താണ് ചേച്ചി? വേണ്ട, 6 മാസം അങ്ങാണ്ട്. അവൻ ഇവിടെ അല്ലായിരുന്നു ജോലി. അവനും ഭാര്യയും കൂടെയാണെന്നും പറഞ്ഞാ വന്നത്. ഭാര്യ ഇവിടെ ക്ലിനിക്കിൽ നിൽക്കും, അവൻ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു. അവൻ അവിടുന്ന് മൊബൈൽ മോഷ്ടിച്ചായിരുന്നു നേരത്തെ? മൊബൈൽ ഒരെണ്ണം മോഷ്ടിച്ചത്. അത് കഴിഞ്ഞ് അവനെ കേസൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. ആ കേസ് കൊടുത്തതിന് ഈ സാറിനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നായിരിക്കും. അതായിരിക്കും, നമുക്കറിയാൻ വേണ്ട ഇപ്പൊ ആരാ എന്നാ ചെയ്തെന്ന്. കോട്ടയത്ത് നിന്ന് സനോജ് കൂടി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സനോജ്, വീട്ടിൽ ജോലി ചെയ്യുന്ന രേവമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ദാരുണമായ സംഭവത്തെക്കുറിച്ച് അവർ വിശദീകരിക്കുന്നു. ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്ന നിഗമനം എന്താണ്? ഇപ്പോഴവിടെ ഏത് തരത്തിലുള്ള അന്വേഷണ നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മനു, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പോലീസ് നായയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. ഈ വീടിനുള്ളിൽ നിന്നും മണം പിടിച്ചിറങ്ങിയ പോലീസ് നായ വീടിൻ്റെ പിൻഭാഗത്തേക്ക്, അതായത് വീടിനുള്ളിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഇടതുവശത്തൂടെ കടന്ന് വീടിൻ്റെ പിൻഭാഗത്തോടുകൂടി മതിൽ ഭാഗത്തേക്ക് പോലീസ് നായ ഓടിയിട്ടുണ്ട്. അതിനുശേഷം പോലീസ് നായ ഇപ്പോൾ വീടിൻ്റെ മുൻഭാഗത്തേക്ക് തന്നെ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പം മുമ്പാണ് പോലീസ് നായയെ സംഭവ സ്ഥലത്ത് എത്തിച്ചത്. കാരണം ഈ കേസിൽ ദൃക്സാക്ഷികളില്ല എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഒക്കെ തന്നെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ നിർണായകമാവേണ്ടത് CCTV ആയിരുന്നു. ആ CCTVയുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട്. ഈ കൊലപ്പെടുത്തിയ ആൾ ഇത് അപഹരിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ബലമായ സംശയം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായ അന്വേഷണം ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അമിത്തിനെ വിശദമായ രീതിയിൽ ചോദ്യം ചെയ്തതിനു ശേഷം ഈ DVR ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വിരലടയാള വിദഗ്ധരും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ ഇവിടെ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളും വീടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനു, തീർച്ചയായും ഇപ്പോൾ അമിത് എന്ന അന്യസംസ്ഥാന തൊഴിലാളിയിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുകയാണ്. ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളുടെ വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനം ഉറപ്പിക്കുകയാണോ പോലീസ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണ്. അതിൻ്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടന്നത്. അതിലാണ് ഈ അമിത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഈ കേസിൽ നിർണായകമാവും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരൂഹതകൾ കൂടി വർദ്ധിക്കുകയാണ്. 2017 ജൂൺ മാസം 2-ാം തീയതിയാണ് ഇവരുടെ മകൻ ഗൗതം ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കഴുത്തിൽ മുറിവേറ്റ് റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട നിലയിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കാറിനുള്ളിലും രക്തക്കറ കണ്ടെത്തിയിരുന്നു. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണം പിന്നീട് പോലീസ് അസ്വാഭാവികതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു കേസാണ്. എന്നാൽ ഈ കേസിൽ ദുരൂഹതയുണ്ട് എന്നും അതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം CBI കേസിൽ FIR ഇടുകയും ചെയ്തു. അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും ദുരൂഹ മരണവും സംഭവിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. മനു.
ഇവിടെ ഈ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന് അമിത്തിന്റെ പേരിൽ കേസ് കൊടുക്കുന്നു. തുടർന്ന് അയാൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായ പ്രതികാരമാണോ ഇത്രയും ക്രൂരമായ കൊലപാതകത്തിലേക്ക്? ഇപ്പോൾ സനോജ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീ പറഞ്ഞതനുസരിച്ച് മുഖമൊന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിൽ തകർക്കപ്പെട്ടിരുന്നു. ആ രീതിയിൽ ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള കൊലപാതകമാണ് നടന്നത്. അതും ഈ വ്യക്തിവൈരാഗ്യത്തിന്റെ മാത്രം പുറത്താണെന്നാണോ മനസ്സിലാക്കിയെടുക്കുന്നത് ഇപ്പോൾ പോലീസ്? ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ, അതായത് വീട്ടമ്മ ഈ ജോലി നോക്കിയിരുന്ന വീട്ടുജോലിക്കാരിയുടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികൾ പോലീസിൽ വിവരങ്ങൾ നൽകുകയും ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തുകയും സംഭവസ്ഥലത്തെത്തിയ പോലീസ് ആദ്യ നോട്ടത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് എത്തുകയുമായിരുന്നു. കാരണം സാഹചര്യ തെളിവുകൾ അങ്ങനെയായിരുന്നു. ഒരു മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൊലപാതകമല്ല ഇത് എന്ന് പോലീസ് ഉറപ്പിക്കാൻ ഇടയാക്കിയ കാരണം ഈ മൃതദേഹങ്ങൾ കണ്ട സാഹചര്യ തെളിവുകൾ തന്നെയാണ്. വിവസ്ത്രധാരണയായിട്ടായിരുന്നു ഈ വിജയകുമാറിനെ കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തലയിലും കഴുത്തിലുമൊക്കെ അതിക്രൂരമായ രീതിയിൽ മുറിവേൽപ്പിച്ച പാടുകളുണ്ടായിരുന്നു. പിന്നീട് ഈ രേവമ്മ പറഞ്ഞത് പ്രകാരം ഈ വീട്ടമ്മ മീരയും അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട്. അവരുടെ തലമുടിയൊക്കെ അഴിച്ചിട്ട നിലയിലും ഒപ്പം തന്നെ തലഭാഗത്ത് തലയണയൊക്കെ എടുത്തു വെച്ച നിലയിലുമായിരുന്നു എന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ്. കൂടുതൽ തനിക്ക് നോക്കി നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അത്രമേൽ ക്രൂരമായ രീതിയിലായിരുന്നു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. മോഷണം നടത്താനെത്തിയ ആളുകളാണെങ്കിൽ ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ കൊലപാതകം നടത്തുകയില്ല എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് ഈ അമിത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടത്. അമിത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും ഈ കേസെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അമിത്ത് ജയിലിൽ പോവുകയും ജയിലിൽ പോയതിനു ശേഷം പുറത്തിറങ്ങിയ അമിത്ത് ഈ വീട്ടിലെത്തി വീട്ടുടമയുമായി ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകം കൂടി നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകത്തിൽ വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിപ്പെടാൻ ഇടയാക്കിയ സാഹചര്യവും മനു. ശരി. സനോജ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.